നമുക്കിനി ഇടുക്കിയിലേക്ക് പോകാം. ഇടുക്കിയിൽ എന്താണ് ചിത്രം? കാണാൻ പോകുന്ന പോരെങ്ങനെയാണ്? ആ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മന്ത്രി റോഷിയെ നേരിടാനായി ഇക്കുറി കോൺഗ്രസ് തന്നെ നേരിട്ടിറങ്ങുന്നൊരു പ്രത്യേകതയുണ്ട്. തൊടുപുഴയിൽ തലമുറ മാറ്റം സംഭവിക്കുന്നു. പി ജെ ജോസഫിൻ്റെ തട്ടകമാണ്. അവിടെ നിന്ന് പി ജെ ജോസഫ് ബാറ്റൺ മകന് കൈമാറുന്നു. അങ്ങനെ രണ്ട് മണ്ഡലങ്ങൾ സവിശേഷത നിറഞ്ഞതാണ്. പത്രികാ സമർപ്പണത്തിന് ശേഷമുള്ള ചിത്രം എന്താണ്? പ്രജീഷ്, കുറഞ്ഞതൊരു 4 മണ്ഡലങ്ങളിലെങ്കിലും അതിശക്തമായ മത്സരം നടക്കുന്ന ഒരു പ്രതീതി ജനിപ്പിക്കാൻ ഈ പ്രചരണത്തിൻ്റെ ആദ്യ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ഇടുക്കി, പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം ഈ 4 മണ്ഡലങ്ങളിലാണ് ശക്തമായ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, തൊടുപുഴ കേരള കോൺഗ്രസിൻ്റെയും ഒരു ശക്തി കേന്ദ്രമാണ്. തുടർച്ചയായി അവിടെ പി ജെ ജോസഫ് മത്സരിച്ച് വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായും അവിടെ ഒരു പ്രയോറിറ്റി, ഒരു മുൻതൂക്കം UDF-നുണ്ട് എന്നത് തീർച്ചയായിട്ടും വ്യക്തവുമാണ്. മറ്റ് മണ്ഡലങ്ങൾ എടുത്താൽ നമുക്കറിയാം, കോൺഗ്രസിന് പതിറ്റാണ്ടുകളായി ആരെയും വിജയിപ്പിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ് അവശേഷിക്കുന്നത്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിൻ UDF-ൻ്റെ ഭാഗമായി നിന്ന് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ കേരള കോൺഗ്രസിൻ്റെ ഭാഗമായിരുന്നു. കോൺഗ്രസ് മത്സരിക്കുന്നത് 3 മണ്ഡലങ്ങളിലാണ്: പീരുമേട്, ഉടുമ്പൻചോല, ദേവികുളം. ഈ 3 മണ്ഡലങ്ങളിലും ഏതാണ്ടൊരു 2-2.5 പതിറ്റാണ്ടായി ആരെയും വിജയിപ്പിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും സവിശേഷതയുള്ളത്. ദേവികുളത്ത് 25 വർഷമായി തുടർച്ചയായി LDF ആണ് വിജയിക്കുന്നത്. CPM-ൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കുന്നു. ഉടുമ്പൻചോലയിലും സമാനമായ സാഹചര്യമാണ്. പീരുമേട്ടിൽ CPI തുടർച്ചയായി ഇവിടെ വിജയിക്കുന്ന മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അവിടെ കോൺഗ്രസ്സുകാർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇത്തവണ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. നേരത്തെ പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ ഇടുക്കിയും ഒരു ശക്തമായ മത്സരം നടക്കുന്നു. അവിടെ തുടർച്ചയായി റോഷി അഗസ്റ്റിൻ മത്സരിച്ച് വിജയിക്കുന്ന 25 വർഷമായിട്ട് അദ്ദേഹം അവിടുത്തെ MLA ആണ്. പക്ഷേ അദ്ദേഹത്തെ നേരിടാൻ അവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മുൻ DCC പ്രസിഡന്റും KPCCയുടെ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള റോയ് കെ പൗലോസ് എത്തുന്നതോടുകൂടി അവിടെ വളരെ ശക്തമായ ഒരു മത്സരം നടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് BDJS-ൻ്റെ സാന്നിധ്യം. BDJS 2 മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത്. പ്രധാനമായിട്ടും ഒന്ന് ഉടുമ്പൻചോലയും മറ്റൊന്ന് ഇടുക്കിയുമാണ്. ഇടുക്കിയിൽ BDJS-ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 29,000 വോട്ട് വരെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉടുമ്പൻചോലയിലും സമാനമായ ഒരു സ്ട്രൈക്കിംഗ് റേറ്റ് BDJS-നുണ്ട്. കാരണം അവിടെ ഈഴവ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള ഒരു മേഖലയാണ്. ആ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വെല്ലുവിളി. 3 സ്ഥാനാർത്ഥികളും ഈഴവ സമുദായത്തിൽ നിന്നുള്ളതാണ് എന്ന് പ്രത്യേകത. ശരി.